ധൂർത്തുപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. അവനോട് പറയുകയാണ്, അവനോട് പറയുന്നത് ഇങ്ങനെ തിരിച്ചുമല്ല പറയുന്നത്. അവനോട് പറയുന്നില്ല, ഓക്കെ, ഇതുവരെയുള്ള നിന്റെ എല്ലാ പാപവും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പൊക്കോ, ഇനിയും പാപം ചെയ്യരുത്, നീ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോ എന്നാണ് പറയുന്നത്. അല്ല, അപ്പനറിയാം ഇനി അവൻ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഗതി ഇത് തന്നെയാണ്. പാപക്ഷമ മാത്രം മതിയോ? ഇതുവരെയുള്ള നിന്റെ എല്ലാ പാപവും ക്ഷമിച്ചിരിക്കുന്നു, നീ എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോ, ഇനി പാപം ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ വന്നോളൂ, ഞാൻ ക്ഷമിച്ചേക്കാം, എപ്പോഴൊക്കെ ഇവിടെ വരുന്നു അന്നേരമൊക്കെ ഞാൻ ക്ഷമിച്ചേക്കാം, പിന്നെ പൊക്കോണം എന്ന് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ ചിന്ത ഏതാ? പാപം ചെയ്തേച്ച് ക്ഷമയ്ക്ക് വേണ്ടി കർത്താവേ പിതാവേ ക്ഷമിക്കണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പന്നിക്കൂട്ടോട്ട് പോകും. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് പാപക്ഷമ മാത്രമല്ല, പാപമോചനം, പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ്. അവനോട് പറയുന്നത് അവന്റെ പാപം ക്ഷമിച്ചതുകൊണ്ട് അർത്ഥമില്ലാതെ അവൻ വീട്ടിൽ ജീവിക്കണം. എന്നാൽ വീട്ടിൽ കയറ്റണമെങ്കിൽ പാപക്ഷമ മാത്രം പോരാ, പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ് ആവശ്യമാണ്. പാപം ക്ഷമിച്ചതിന് ശേഷം കഴുകൽ ആണ്. ഉടനെ തന്നെ പറയാണ്, പെട്ടെന്ന് അവനെ കുളിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവന്റെ വസ്ത്രമെല്ലാം മാറ്റുക, ഈ പന്നിക്കുട്ടി കിടന്നെല്ലാം മാറ്റട്ടെ, അവനൊരു പുതിയ ലൈഫ് കൊടുക്കുക, അവന് പുതിയ വസ്ത്രം കൊടുക്കുക, അവന് പുതിയ ചെരുപ്പ് കൊടുക്കുക, മോതിരം എടുത്ത് കൊടുക്കുക. അവൻ മകനാണെന്നുള്ളതിന്റെ സിമ്പലാണ് വാസ്തവത്തിൽ മോതിരം എന്ന് പറയുന്നത്. മോതിരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഭരണം എന്നുള്ള നിലയിൽ മാത്രമല്ല അതിനെ കാണുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് അതോറിറ്റി. നീ മകനാണ്. ഒന്നാമത്തെ കാര്യം, ഈ അതോറിറ്റി അവന്റെ മോതിരം അവന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു വീട്ടിലെ ജോലിക്കാരന് വേണേ അവനെ തല്ലാം. ഈ മോതിരം അവന്റെ കയ്യിലില്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരന് വേണമെങ്കിൽ അവനെ തല്ലാം. കാര്യം ഇറങ്ങിപ്പോയ മകനേക്കാൾ വലുതാണ് അകത്ത് നിൽക്കുന്ന ദാസൻ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പക്ഷേ ഇനി ദാസൻ എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നോക്ക്, ഇറ്റ് ഷോസ് ദാറ്റ് ഐ ആം ഹിസ് സൺ. ഹല്ലേലൂയ. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ പാപം ക്ഷമിക്കുക മാത്രമല്ല, ക്ലെൻസിങ് ഉണ്ടാകണം. ക്ലെൻസിങ് ഉണ്ടാകണമെങ്കിൽ എന്താണ്? വിടുതൽ മാത്രം. അതായത് ക്ലെൻസിങ് എങ്ങനെയാണ്? ക്ലെൻസിങ് ഉണ്ടെങ്കിലേ അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതായത് പാപിയായിരിക്കുന്ന ഏത് മനുഷ്യനെയും അവൻ മാനസാന്തരപ്പെടുമ്പോൾ, അവൻ മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ, എന്റെ അപ്പനോട് ഞാൻ പാപക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ, അവൻ പ്ലീഡ് ചെയ്യുമ്പോൾ, ഗോഡ് ഫോർഗിവ്സ് ഹിസ് സൺ. മറ്റെല്ലാം മറക്കുകയാണ്. പക്ഷേ അകത്തേക്ക് കടക്കണമെങ്കിൽ പഴയ ലൈഫ് ഊരി വെച്ചു വേണം പോവാൻ. പന്നിക്കൂട്ടിലെ ജീവിതം അപ്പന്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഡ്രസ്സ് കളയണം, ആ ചെരുപ്പ് കളയണം, അവന്റെ പഴയ അവസ്ഥ കളയണം. ക്ലെൻസിങ്, ടോട്ടൽ ക്ലെൻസിങ് നടക്കണം. ആ ക്ലെൻസിങ് നടന്ന് അവൻ അകത്തേക്ക് പോകുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. അപ്പൊ അവൻ വേറൊരു ലോകത്തിലേക്ക് കയറുക. ഇനിയിപ്പോൾ അവന്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ അവനെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവൻ ക്ലെൻസ്ഡ് ആണ്. അവനെ ആർക്കും കളിയാക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ അവനെ കണ്ടാൽ തന്നെ എന്താണ്, പഴയതിന്റെ ബാക്കി ഒരു ട്രേസും ഇല്ല. എന്നാൽ ക്ലെൻസ്ഡ് ആയാൽ മാത്രം പോരാ. അവിടെ കാണുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇപ്പോൾ പിറ്റേ ദിവസം പിന്നെയും അവൻ ഗാമ്പിൾ ചെയ്യാനായിട്ട് പോയാലോ? പിറ്റേ ദിവസം പിന്നെ അവൻ ഗാമ്പിൾ ചെയ്യാൻ പോയി. അവൻ ഗാമ്പിൾ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ അകത്ത് കയറി, എന്തൊരാശ്വാസം, എന്റെ അപ്പനല്ലെങ്കിലും എല്ലാ പാപവും ക്ഷമിക്കുന്ന കരുണയുള്ളവര് അപ്പന. അവൻ ഇനി ഞാൻ പോയി ഇനിയും എന്തെങ്കിലും കാണിച്ചാലും ക്ഷമിക്കും. രാവിലെ ഒന്ന് പോയേക്കാം, വൈകുന്നേരം അവൻ പിന്നെ വന്ന് പറയാം, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. വൈകുന്നേരം പറയാം, എന്തിനാ നാളെ പിന്നെയും ഇത് ചെയ്യാൻ. പലരും അങ്ങനെയാണ്. അവൻ ആവശ്യം, ഞാൻ പറഞ്ഞില്ല, ക്ലെൻസിങ് ആവശ്യമുണ്ട്. ക്ലെൻസിങ് മാത്രം പോരാ, അവൻ എന്ത് വേണം? പാപമോചനം ആവശ്യമുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കറിയാം. അത് പെട്ടെന്ന് ഞാൻ പറയാം. ക്രിസ്തുവിനോട് ഏറ്റവും സ്ഥാനമേറ്റവരെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്ഥാനമേറ്റിരിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്ഥാനത്തിൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചുവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എന്നിട്ട് പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്തിനാണ് സ്നാനമേൽക്കുന്നത്? സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ്? നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ
നടക്കേണ്ടതിന്. ക്രൂശിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതാണെങ്കിൽ ഇനി പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, അവിടെയാണ് പാപത്തിൽ നിന്നുള്ള മോചനമുണ്ടാകുന്നത്. ഇനി ഞാൻ അടിമപ്പെടുന്നില്ല, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ മാത്രമാണ് പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുന്നത്. കാര്യം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ചെയ്ത ആരാ? പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ പിന്നെയും വലിഞ്ഞു കയറി, ക്രൂശിക്കപ്പെട്ടാൽ തന്നെ പറ്റുമെങ്കിൽ കയ്യോ കാലോ ജനലിൽ അകത്തൂടെ കയറ്റിയിട്ടാണെങ്കിൽ സാക്ഷാ പൊളിക്കാൻ അവൻ നോക്കും. ഒരു കയ്യെങ്കിലും വലിച്ചു പൊളിച്ച് ഇല്ലേ? പക്ഷേ ഇവിടെ പറയാണ് that old man is crucified. അതുകൊണ്ട് നാം പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന് അതെഴുതിയിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ്? പാപക്ഷമയ്ക്ക് വേണ്ടി മാത്രമല്ല, നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാനാണ്. അല്ലാതെ കൃപയിലേക്ക് വീഴാനായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല. എന്തിനാണ്? ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്. 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മോചനം. അങ്ങനെ പാപത്തിന് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന്, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നുവോ? ഓരോരുത്തരും അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പാപം ക്ഷമിക്കപ്പെട്ടു, പക്ഷെ എന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ലെങ്കിൽ ഞാൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് ഞാൻ എന്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചിരിക്കുന്നുവോ? ഞാൻ മരിച്ചവനാണോ? അതായത് ഞാൻ എന്നെ തന്നെ ക്രൂശിച്ചിരിക്കുന്നുവോ? എന്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നുവോ? അങ്ങനെ ക്രൂശിച്ചിരിക്കുന്നുവെങ്കിൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ശവക്കുഴിക്ക് ശേഷം നമ്മൾ മോചനം പ്രാപിക്കുന്നതല്ല ഇവിടുത്തെ കാര്യം. ഞാൻ ഒരിക്കൽ കുറച്ച് യങ്സ്റ്റേഴ്സ് എൻ്റെ അടുത്ത്, സംടൈംസ് ഐ ഹാവ്, അങ്ങനെയുള്ള ഒത്തിരി ഗ്രൂപ്പ് എനിക്ക് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ വെച്ചല്ല, മറ്റൊരു രാജ്യത്ത് വെച്ച് ഇങ്ങനത്തെ കുറച്ച് യങ്സ്റ്റേഴ്സ് അവർ എന്നോട് ചോദിച്ചു, സർ ദ തിങ് ഇസ്, ഞങ്ങൾക്ക് വി നീഡ് ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, പക്ഷെ പാപത്തിന് പലപ്പോഴും ഞങ്ങൾ അടിമപ്പെടുന്ന ഒരു സ്റ്റേജുണ്ട്. എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്ക് വിജയകരമായി ജീവിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ യങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ പറഞ്ഞു, വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്നാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വിശുദ്ധമായി ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ല, എപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിൽ തറച്ച് അവനെ അടക്കുന്നുവോ, അവിടെ നിന്ന് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുന്നത്. വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ സെൽഫിന്റെ ശവക്കല്ലറയിൽ നിന്നാണ്, നമ്മുടെ സെമിട്രിയിൽ നിന്നാണ്. എന്റെ സ്വയത്തിന്റെ സെമിട്രിയിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? എനിക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ വാക്യം കൂടെ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ നമ്മൾ അതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തമാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന്. അപ്പൊ ഇവിടെ വിടുതലാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ. ഇരുട്ടിന് ഇനി എന്റെ മേൽ അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇരുട്ടിന് ഇനി എന്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപക്ഷമ അത്യാവശ്യമാണ്. പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ് ആവശ്യമുണ്ട്. പാപമോചനവും ആവശ്യമുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ആ പ്രക്രിയയിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ തന്നെ ചെയ്തു ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞങ്ങളെ സ്നേഹിച്ചു. നിന്റെ സൃഷ്ടി തീർച്ചയായും നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമായിരുന്നു. പക്ഷേ കർത്താവേ, സൃഷ്ടി ഞങ്ങളെ സ്നേഹിച്ചതല്ല. ഞങ്ങൾ നിന്നോട് അനുസരണമുള്ളവരായിരുന്നപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചതല്ല. ഞങ്ങൾ മറുതലിച്ചപ്പോൾ വീണ്ടും നിന്റെ സ്നേഹം ആർദ്രതയോടുകൂടെ ഞങ്ങളിലേക്ക് നീ ഒഴുക്കി തന്ന നിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ കരുണയുടെ മുഖം ഞങ്ങൾ അവിടെ കാണുന്നു. സ്നേഹം കരുണയാകുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, വീണ്ടും കർത്താവേ, നീ ഇറങ്ങി വന്നപ്പോൾ
അത് കാരുണ്യം മാത്രമല്ല, അതിന്റെ പ്രവൃത്തിപഥത്തിലേക്ക് ഇറങ്ങി വരികയാണല്ലോ. ആദാമിനെ തിരക്കി അവൻ പാപം ചെയ്ത രാത്രിയിലും ഇറങ്ങി വന്ന ദൈവമേ, നിന്റെ സ്നേഹത്തിനായി, നിന്റെ കരുണയ്ക്കായി, മഹാകരുണയ്ക്കായി, ഇറങ്ങി വന്ന നിന്റെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അന്നു മുതൽ ഇന്നോളം കർത്താവെ, ഓരോ സമയത്തും പാപം ചെയ്ത മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന നിന്റെ മഹാകരുണ. എന്നാൽ യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ എത്ര ത്യാഗപൂർണമായി അവൻ ഇറങ്ങി വന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവൻ ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ. അങ്ങനെ നീ ഇറങ്ങി വന്നപ്പോൾ ആ കാൽവറി ക്രൂശിൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം കാണുന്ന കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നീ ഇറങ്ങി വന്നത് ഞങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നിന്റെ രക്തം കൊടുത്ത് ഞങ്ങളുടെ മോചനം നീ പ്രാപ്തമാക്കിയ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇനി പിശാചിന് ഞങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പാപത്തിന്റെ ലിസ്റ്റ്, ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് നീ ക്രൂശിൽ തറച്ച് നിന്റെ രക്തം കൊണ്ട് അത് ഒപ്പിയെടുത്ത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞുവല്ലോ. ഇനി പിശാചിന് അത് വായിക്കാൻ കഴിയില്ല. പിശാചിന് മാത്രമല്ല കർത്താവെ, നീ അത് വായിക്കത്തുമില്ല. നീ ഞങ്ങളോട് സകലവും ക്ഷമിച്ചിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എന്നാൽ ഞങ്ങൾക്ക് പാപക്ഷമ മാത്രം പോരാ, പാപത്തിനുള്ള കഴുകൽ വേണം കർത്താവേ. ഞങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ ഒരു ട്രേസും ഞങ്ങളിൽ ബാക്കി നിൽക്കാതെ വണ്ണം നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി, കുഞ്ഞാടിന്റെ രക്തത്തിൽ ഞങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുവാൻ. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെ കർത്താവെ, ഞങ്ങൾ വിജയം നേടുന്നവരായിരിക്കുവാൻ തക്കണം. പാപത്തിൽ നിന്നുള്ള ക്ഷമയും കർത്താവെ, പാപത്തിന്റെ ക്ഷമ മാത്രമല്ല, പാപത്തിന്റെ ആ ട്രേസ് മാറ്റത്തക്ക രീതിയിലുള്ള ശുദ്ധീകരണവും അതിലുപരിയായി കർത്താവെ, ഞങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ട് പാപത്തിന്റെ മേൽ വിജയം നേടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ ഞങ്ങൾ പാപത്തിന്റെ ഇരയായി ജീവിക്കുവാനല്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുവാൻ. ഇന്നും കർത്താവെ, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നു. ഈ ജഡത്തിന്റെ മോഹങ്ങളിൽ നിന്ന് ആര് ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് കരയാനല്ല കർത്താവെ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. പ്രത്യുത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുവാൻ, ആ ജയ ജീവിതം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.